ധ്യാൻ ശ്രീനിവാസന്റെ വീണ്ടും ഒരു പടം കൂടി തിയേറ്ററിലേക്ക് എത്തുകയാണ്. സൂപ്പർ ജിന്ദഗി എന്നാണ് അതിന്റെ പേര്. മുകേഷ്, ധ്യാൻ ശ്രീനിവാസൻ, ജോണി ആന്റണി തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ്. വിൻറ്റേജ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പ്രൊനൗൺസ് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഈ സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. നമ്മളൊരു ടിപ്പിക്കൽ ധ്യാൻ ശ്രീനിവാസൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യാവസാനം നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരല്പം മുകേഷ് കോമഡികളും ഒരല്പം കൂടി സുരേഷ് കൃഷ്ണ കോമഡികളും പിന്നെ കുറച്ച് സോഷ്യലി റെലവൻ്റ് ആയ ഒരു കാര്യം കൂടി ആഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമോ അതാണ് സൂപ്പർ ജിന്ദഗി എന്നെ സംബന്ധിച്ച് ഫീൽ ചെയ്തത്. സിനിമയുടെ തുടക്കത്തിൽ ടിപ്പിക്കൽ ധ്യാൻ ശ്രീനിവാസൻ ക്യാരക്ടേഴ്സ്, എല്ലാ ക്യാരക്ടേഴ്സിനും ഇതുപോലെ മടിയുള്ള അല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്ത കുരുട്ടുബുദ്ധിയുള്ള ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് എല്ലാം ഒരുപാടായി ധ്യാൻ ശ്രീനിവാസൻ ചെയ്യുന്നു. അപ്പം അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലും കാണാനുള്ളത്. ആ ഒരു മടിയുടെ എലമെൻ്റ് ഒക്കെ നമ്മളെ ശരിക്കും ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. എന്നെ സംബന്ധിച്ച് അവിടെ ഒന്നും എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല. സിനിമ തുടങ്ങി, മുകേഷ് വന്നു, അതിനുശേഷമുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്നും എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സിനിമ തുടങ്ങി ആദ്യമായി ഞാനൊന്ന് ചിരിക്കുന്നത് ഇൻ്റർവെല്ലിന് ശേഷം സുരേഷ് കൃഷ്ണയുടെ ഒരു ഡയലോഗിലാണ്. പിന്നീട് അങ്ങോട്ട് പലവട്ടം ഈ സുരേഷ് കൃഷ്ണ, മുകേഷ് ആ ഒരു കോമ്പിനേഷനൊക്കെ വരുമ്പോൾ അവിടെ ഹ്യൂമർ നന്നായിട്ട് വർക്ക് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അവരുടെ ഒന്ന് രണ്ട് കൗണ്ടറുകൾ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലാതെയൊക്കെയുള്ള ഇപ്പോൾ പഴയ സിനിമകളിലൊക്കെ ഉള്ള ഒരുപാട് ഹ്യൂമർ ഡയലോഗുകളെല്ലാം ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വൃഥാശ്രമമായി പോയി, അല്ലെങ്കിൽ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അതിൻ്റെ ഒറിജിനൽസ് എല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്ന പോലെ നിൽക്കുന്ന സാധനങ്ങളാണ്. അത് ഇവർക്ക് പറ്റുന്നില്ല പുൾ ഓഫ് ചെയ്യാൻ. പ്രത്യേകിച്ച് ലാലേട്ടനൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വോയിസും മോഡുലേഷനും വരെ മനസ്സിൽ കാണാപ്പാടം കിടക്കുന്ന ഒരു ഡയലോഗ് ധ്യാൻ ശ്രീനിവാസൻ, എനിക്കറിയില്ല മോശമാക്കി എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് സാധനം കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഹ്യൂമറിൻ്റെ കാര്യം പറയുമ്പം ഇവർ രണ്ടുപേരുമാണ്, മുകേഷ് സുരേഷ് കൃഷ്ണ കൂട്ടുകെട്ടാണ് എന്നെ കുറച്ചെങ്കിലും ആശ്വസിപ്പിച്ചത്. പിന്നെ ഈ സിനിമയിൽ പറയുന്ന ആ ടോപ്പിക് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നും ഇന്നലെയും മിഞ്ഞാന്നും നാളെയും ഒക്കെ നമ്മൾ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ, വാർത്താമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ സ്ഥിരമായി കാണുന്ന ഒരു കാര്യമാണ് മലയാളി പോയി തട്ടിപ്പിന് ഇരയാവുക എന്നുള്ളത്. അതായത് ഇവിടെ വീട്ടിൽ വന്ന് നമ്മളെ പറ്റിച്ചിട്ടില്ലെങ്കിൽ എവിടെ പറ്റിക്കുന്നുണ്ടോ അവിടെ നമ്മൾ വണ്ടി വിളിച്ച് പോയി പറ്റിക്കപ്പെടും എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ട്. കുറച്ച് കാശ് കൂടുതൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി കമിഴ്ന്നടിച്ച് വീഴും. ആ സ്വഭാവത്തിനെ യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നിനെക്കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ആ വിഷയം എനിക്ക് റെലവൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഇതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യം പറയാനാണെങ്കിൽ ആദ്യം പറഞ്ഞ അതേ കാര്യമൊക്കെ തന്നെയാണ്. ഒരു ടിപ്പിക്കൽ ധ്യാൻ ശ്രീനിവാസൻ സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താണോ ഫീൽ ചെയ്യുക അത് തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഞാൻ താടിക്ക് കൈ കൊടുത്ത് നോക്കിയിരിക്കുകയായിരുന്നു. ചിരിപ്പിക്കുന്ന എന്തെങ്കിലും സീക്വൻസുകൾ ഉണ്ടാവുമോ എന്നറിയാനായിട്ട് എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പഴയ കോമഡികൾ എറിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പോലും അതിനുള്ള എല്ലാ ശ്രമങ്ങളും മാറ്റിവെച്ച് അവതരിപ്പിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ പാട്ടുകൾ, അതൊരു വലിയ പോസിറ്റീവായിട്ട് പറയേണ്ടതാണ്. നായകനും നായികയും കൂടിയുള്ള ഒരു പാട്ട് തുടങ്ങിയപ്പോൾ ഇത് മുഴുവൻ ഇനി കണ്ടുകൊണ്ടിരിക്കണമല്ലോ എന്ന് വിചാരിച്ച സമയത്ത് പാട്ട് അവർ വളരെ ഭംഗിയായിട്ട് ഷോർട്ടാക്കി ചെയ്തു, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പക്ഷേ അതൊരു ബ്രില്യൻ മൂവായിരുന്നു. കാര്യം എൻ്റെ തൊട്ടടുത്തിരുന്ന ആൾ ഹാവു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിലൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് ഒന്നും അത്രയും റെലവൻ്റ് ആവുകയോ അല്ലെങ്കിൽ അത്രയും ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇമോഷണൽ കണക്ട് ഉണ്ടോ, ആക്ഷൻ എങ്ങനെയുണ്ട്, പാട്ട് എങ്ങനെയുണ്ട്, കഥാപാത്രങ്ങൾ, പെർഫോമൻസുകൾ എന്നിങ്ങനെ എണ്ണിപ്പെറുക്കി പറയാത്തത്. ഇതൊക്കെ ഒരു ടിപ്പിക്കൽ ധ്യാൻ ശ്രീനിവാസൻ സിനിമകൾ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വളരെ വിഭിന്നമായി എന്നെനിക്ക് അനുഭവപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ടിപ്പിക്കൽ ധ്യാൻ ശ്രീനിവാസൻ സിനിമകളുടെ ആവറേജ് എന്നല്ല, അതിൻ്റെ ഒരു പൊടിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറയാം. അത് ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു സിനിമ കണ്ടു എന്ന് മാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നത്. പക്ഷേ അത് എന്നിലെ പ്രേക്ഷകൻ്റെ മാത്രം അഭിപ്രായമാണ്, പേഴ്സണൽ ഒപ്പീനിയനാണ്. ഓരോ ആളുകൾക്കും സിനിമ ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ എങ്ങനെയാണ് അനുഭവപ്പെട്ടത് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.